ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള UDF കൺവീനറുടെ ബന്ധം അറിയുകയാണ് SITയുടെ ലക്ഷ്യം. പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. മൊഴിയെടുക്കുന്നതിനെ പറ്റി അറിയില്ല എന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. അതാദ്യം കേൾക്കാം. അറിയില്ല. ചോദ്യം ചെയ്യാനോ എന്തെങ്കിലും ഒരു അറിയിപ്പ് വന്നിരുന്നോ? അറിയിപ്പ് വരുന്നുണ്ടെ നിങ്ങളെ അറിയിക്കാം, എന്നെ ഒന്നും അറിയിച്ചിട്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ഒപ്പമുള്ള ചിത്രം, ആന്റോ ആന്റണിയും ഒക്കെ ഒപ്പമുള്ള ചിത്രം വലിയ തോതിൽ CPM ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിമർശനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യും എന്നുള്ള വാർത്ത. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അമൽ, ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അമൽ എങ്ങനെ അറിഞ്ഞു? അടൂർ പ്രകാശിനെ മൊഴിയെടുക്കാനായി SIT വിളിച്ചു വരുത്തും. അടൂർ പ്രകാശിനെ മാത്രമല്ല, അടൂർ പ്രകാശ് ഒരുപക്ഷെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും. ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. അതിൽ ആന്റോ ആന്റണി അടക്കം ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ആ പട്ടിക നീണ്ട എവിടെ വരെ എത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധമുണ്ടാക്കിയ ആളുകളുടെ പട്ടിക പരിശോധിക്കാൻ പോവുകയാണെങ്കിൽ അത് ഒരുപാട് വരും. കാരണം മാധു ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിച്ചെന്നറിയില്ല. മുഖ്യമന്ത്രിക്ക് ഈ പോലീസിന്റെ വാഹനം കൈമാറുന്ന ചടങ്ങിൽ, താക്കോല് കൈമാറുന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇടിയുണ്ട്. താക്കോല് കൈമാറി ഉടനെ ഒരു ഇടിയുണ്ട്. ആ ഇടിച്ചിടിച്ചിടിച്ച് അവിടെ പ്രധാനപ്പെട്ട പല ആളുകളുമുണ്ട്. അങ്ങനെ ഫോട്ടോയിൽ വന്ന ആളെ, ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇതിനോട് പ്രതികരിക്കുന്നത്, ഫോട്ടോയിൽ വന്ന ആളെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ആദ്യം റവാഡ ചന്ദ്രശേഖരനെ ചോദ്യം ചെയ്യണം, DGPയെ ചോദ്യം ചെയ്യണം എന്നുള്ള ആ ദൃശ്യങ്ങളിൽ ശ്രീജിത്ത് IPS അടക്കമുള്ള ആളുകൾ ആ ദൃശ്യത്തിലുണ്ട്. പക്ഷേ അമൽ, അതിലൊരു പ്രശ്നമുണ്ട്. ഈ ആ ചിത്രം എവിടെ നിന്ന് എടുത്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയുണ്ട്. അതൊരു പൊതുപരിപാടിയാണ്. പക്ഷെ സോണിയാഗാന്ധിയും ഒപ്പമുള്ള ചിത്രം, അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം എന്താണ് പരിപാടി എന്നത് പോലും വ്യക്തമില്ല. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയെ കാണാൻ സമയം കിട്ടാത്തതുകൊണ്ട് കെ കരുണാകരൻ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതും ഇവിടെ വന്ന് കലാപം ഉണ്ടാക്കിയതും കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. ഹിമന്ത് ബിശ്വ ശർമ്മ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചതിന്റെ പേരിലുണ്ടായിട്ടുള്ള കലാപങ്ങളൊക്കെ പാർട്ടി പിളർന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വേഗത്തിൽ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. 10-ാം നമ്പർ ജൻപത് എന്ന് പറയുന്നത് ഇപ്പോഴും അധികാരമില്ല എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ ഒരു കേന്ദ്രം തന്നെയാണ്, ഒരു വീട് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് എത്തൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ എങ്ങനെ പോറ്റി എവിടേക്ക് എത്തി എന്നുള്ളതാണ് ഈ അടൂർ പ്രകാശിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ മണ്ഡലത്തിലുള്ള ഒരാളാണ്. അപ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, ഞാൻ പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് നിൽക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം അടൂർ പ്രകാശിന് SITക്ക് മുന്നിൽ പറയേണ്ടി വരും. ഈ അടൂർ പ്രകാശ് എന്നുള്ളത് ഒറ്റ പേര് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് പേരുകൾ അതിന് പിന്നാലെ. 14 വർഷം മുമ്പുള്ള ചിത്രം എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. അന്ന് മണ്ഡലമല്ല, അന്ന് സ്വന്തം മണ്ഡലമല്ല. അല്ല, ഈ അടൂർ പ്രകാശിന് ബന്ധമുണ്ടായത് അടൂർ പ്രകാശ് പറയുന്നത് ഇവിടെ വന്നിറങ്ങിയതിനു ശേഷം, ഇവിടേക്ക് മത്സരിക്കാനായി ആറ്റിങ്ങലിലേക്ക് വന്നതിന് ശേഷമുള്ള ബന്ധമാണ്. പക്ഷെ ആന്റോ ആന്റണി പറയുന്നത് പഴയ ബന്ധമാണ്, 14 വർഷം മുമ്പുള്ള ഫോട്ടോ. ഈ 14 വർഷം മുൻപ് എന്ന് പറയുമ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. 14 വർഷം മുമ്പ് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിലെ ഏറ്റവും സുപ്രധാന കേന്ദ്രമായിരുന്നു 10-ാം നമ്പർ ജൻപത് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. സോണിയാഗാന്ധിയുടെ വസതി എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്ത് ആന്റോ ആന്റണി അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അറസ്റ്റ് എന്നുള്ള കടുത്ത നടപടിയിലേക്കൊക്കെ പോകുമോ? കാരണം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് പ്രധാന അറസ്റ്റുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിനകത്ത് രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന് രാഷ്ട്രീയമാണ്, ഒന്ന് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പോറ്റിയുടെ ഡീലിങ്സ് എങ്ങനെയാണ് എന്നറിയാനായിരിക്കാം ഒരുപക്ഷെ ഇവരെല്ലാം വിളിച്ചു വരുത്തുന്നത്. ഇനി രണ്ട്, അടൂർ പ്രകാശൻ അവിടെ നിന്നും സ്വർണം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം പുറത്തു പോയ വിഷയത്തിൽ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള ഒറ്റ പേരിൽ നിൽക്കുകയാണ്. പത്മകുമാറിനെ പോലും മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ്. കടകംപള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കടകംപള്ളിക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് CPMനെ പ്രതിരോധത്തിൽ നിർത്താൻ ശ്രമിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് കൂടി അതേ കൂട്ടിലേക്ക് കയറി നിൽക്കേണ്ടി വരുന്നത്. ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കോൺഗ്രസ് ഒന്ന് പിന്നാക്കം പോയോ? അയ്യോ, ഫോട്ടോ ഒന്നും കുഴപ്പമില്ല എന്ന നിലയിലേക്കായോ? അതായത് ആദ്യഘട്ടത്തിൽ കടകംപള്ളിക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തുവിട്ടപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ വന്നപ്പോഴും ഇതിൻ്റെ ഇത് പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ശബരിമല UDFന് നേട്ടമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ നേട്ടമുണ്ടായതിനു ശേഷം പിന്നീട് ഈ പാട്ട് ഒന്നുകൂടി അങ്ങോട്ട് വൈറലായല്ലോ. ഇത് സ്വർണം കെട്ടവൻ ആരപ്പ എന്നുള്ള പാട്ട് ഒന്നുകൂടി വൈറലായി. അപ്പോൾ CPMകാർക്ക് എന്താ പറയുന്നത്, ഇതങ്ങ് വിട്ടുകളയാമെന്ന് വിചാരിച്ചിരുന്ന, എല്ലാം കഴിഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിരുന്നവർ ഈ വിഷയത്തിൽ ഉണർന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് കേസെടുത്തത് പിൻവലിക്കേണ്ടി വന്നുവെങ്കിൽ കൂടി
അതിനുശേഷം പിന്നീട് തുടർച്ചയായി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോകളും അടൂർ പ്രകാശിനൊപ്പമുള്ള ഫോട്ടോയും ആൻഡോയ്ക്കൊപ്പമുള്ള ഫോട്ടോയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോയും എല്ലാം നിരന്തരമായി പുറത്തേക്ക് അങ്ങ് വരികയും പിന്നീട് സുബ്രഹ്മണ്യം അടക്കം അതിൽ പോയി തലവെച്ച് കൊടുക്കുകയും ഒന്ന് പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കടകംപള്ളിയുടെ ഫോട്ടോയും അതേപോലെ ഈ എയർപോർട്ടിന് സമാനമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു ഫോട്ടോയാണ്. അതും ഒരു പബ്ലിക് ചടങ്ങ് എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിൽ എന്നതുപോലെ ഒരു പബ്ലിക് മീറ്റിംഗിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു പൊതുചടങ്ങിന്റെ ഭാഗമായോ ഇരിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിയെ പ്രതിരോധിക്കേണ്ടി വരുമോ? അതായത് മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഒരുപാട് പൊതുപരിപാടികൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് സ്വാഭാവികമായും ഒരാൾ ചെന്നിട്ട് ഇടിച്ചു കയറി അങ്ങനെ ഒരു ഫോട്ടോ എടുപ്പ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് നടക്കില്ല. അതിപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു ഫോട്ടോ എടുപ്പൊക്കെ നടന്നുവെങ്കിൽ കൂടി മുഖ്യമന്ത്രി അവിടെ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കൃത്യമാണ്. ഇത് അങ്ങനെ വന്ന് കയറുന്ന, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള അവതാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. വലിയ പരിചയം ഒന്നും മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. മുഖ്യമന്ത്രി അങ്ങ് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് പരമാവധി ബന്ധമുണ്ട്. ആ ഒരു ഫോട്ടോ മാത്രമാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ, ആ ദൃശ്യം പുറത്തു വന്നിരുന്നില്ല, സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനിയിപ്പം ഈ വിവാദം ഉണ്ടായില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാണിക്കാം, ദേ ഞാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു ചിത്രം എന്നുള്ളത് കാണിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ കടകംപള്ളിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, കടകംപള്ളിയെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വട്ടം കൂടി മൊഴിയെടുക്കാനായി വിളിപ്പിക്കും, പ്രശാന്തിനെയും വിളിപ്പിക്കും. അതിനൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പോറ്റിയുടെ ഭാഗത്തു നിന്നും കിട്ടിയ ചില തുക ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില വീടുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കഴക്കൂട്ടത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ തേടാനായി ഒരു വട്ടം കൂടി കടകംപള്ളിയെ വിളിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു രണ്ടാമത്തെ വട്ടം വിളിപ്പിക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് കടകംപള്ളി അടുത്ത വൃത്തങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമുണ്ടാകും. പക്ഷേ ഇതൊക്കെ വരുമ്പോഴേ CPM ഇത് ബാലൻസ് ചെയ്യാൻ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒറ്റ വിഷയം കൊണ്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രതിരോധിച്ച് നിൽക്കാൻ അടൂർ പ്രകാശ് മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു ബോധ്യം. അതിപ്പോൾ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് പോകുമില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷേ SITക്ക് മുന്നിൽ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ടെങ്കിൽ അത് CPM മാത്രമല്ല കോൺഗ്രസ്സുകാരും ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. ശരിയാണ്. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്ന ഒരു വിവരം പുറത്തുവിട്ട രാഷ്ട്രീയ അലയലുകൾ ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.